ഹായ് മക്കളെ, നമസ്കാരം. നമ്മുടെ മലയാളത്തിൽ +1 മലയാളത്തിലെ ഓർമ്മയുടെ ഞരമ്പ് എന്ന പാഠഭാഗം ഒരൊറ്റ വീഡിയോയിൽ പാഠഭാഗത്തിൻ്റെ ആശയവും പാഠഭാഗത്തിൻ്റെ ചോദ്യോത്തരങ്ങളും സെറ്റാക്കുന്ന ഈ വീഡിയോയിലേക്ക് മക്കൾക്ക് സ്വാഗതം. എൻ്റെ പേര് ജെയ്സലാണ്, എജുപോർട്ടിനോടൊപ്പം. ഓക്കെ, അപ്പം മക്കൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ശ്രദ്ധിച്ചിരിക്കുക. ഈ പാഠഭാഗം ഈ ഒരൊറ്റ ക്ലാസ് കഴിയുമ്പോഴേക്കും ഉത്തരങ്ങൾ എങ്ങനെ ചോദിച്ചാലും എഴുതാൻ പറ്റുന്ന രൂപത്തിലേക്ക് എന്ത് ചെയ്യുന്നു, സെറ്റാക്കി നിങ്ങളെ കയ്യിലേക്ക് തരുന്നത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. നോക്കുക, ഓർമ്മയുടെ ഞരമ്പ് യൂണിറ്റ് 1 ചാപ്റ്റർ 2 KR മീര. മലയാള ചെറുകഥയിലെ ശക്തമായ സ്ത്രീ സാന്നിധ്യമാണ് KR മീര. 1970 ഫെബ്രുവരി 19 കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ടയിലാണ് ഇവർ ജനിച്ചത്. ഓർമ്മയുടെ ഞരമ്പ്, മോഹം മഞ്ഞ, ആവേ മരിയ, ഗില്ലറ്റിൻ എന്നീ കഥാസമാഹാരങ്ങളും നേത്രോന്മീലനം, ആ മരത്തെയും മറന്നു ഞാൻ, യൂദാസിൻ്റെ സുവിശേഷം, മീര സാധു, ആരാച്ചർ എന്നീ നോവലുകളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 2009 ചെറുകഥയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് KR മീരക്ക്. നമ്മുടെ പാഠസംഗ്രഹം, ആ പാഠഭാഗത്തിൻ്റെ രത്ന ചുരുക്കം എന്താണ്, അതാണ് നമുക്ക് ആദ്യം കിട്ടേണ്ടത്, അല്ലേ? പാഠഭാഗം മുഴുവൻ വായിച്ച് നിങ്ങൾക്കൊരു ധാരണയിലെത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പാഠസംഗ്രഹത്തിലേക്ക് വരിക. എന്നിട്ട് പാഠഭാഗം നിങ്ങൾ വായിച്ചു നോക്കാം. സെറ്റാണ്. അതിൻ്റെ ഓരോ പോയിന്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, കൃത്യമായിട്ട് ഓർമ്മയിൽ നിൽക്കും എന്ന് നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, പാഠസംഗ്രഹത്തിലേക്ക് കടക്കുന്നു. നോക്കുക, ഓർമ്മയുടെ ഞരമ്പ് എന്ന കഥയിലെ മുഖ്യ കഥാപാത്രമായ വൃദ്ധ മുറിക്കുള്ളിൽ മാത്രം ഒതുങ്ങിക്കഴിയുന്നത്ര അവശയാണ്. അപ്പോൾ ഓർമ്മയുടെ ഞരമ്പ് എന്ന പാഠഭാഗത്തുള്ള പ്രധാനപ്പെട്ട കഥാപാത്രം ആരാണ്? ആ വൃദ്ധയാണ്. ആ വൃദ്ധയാണെങ്കിൽ ഒരു മുറിയിൽ മാത്രം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ അവശയാണ്. അവരുടെ ചെറുമകനായ ശ്രീജിത്ത് വിവാഹം കഴിച്ചു കൊണ്ടുവന്ന പെൺകുട്ടി വൃദ്ധയെ കാണാൻ ഒട്ടും താല്പര്യത്തോടെ അല്ലെങ്കിലും അവരുടെ മുറിയിലെത്തുന്നു. വീട്ടുകാരുടെ നിർബന്ധപ്രകാരം ആ തറവാട്ടിലെ പ്രായമായ സ്ത്രീയെ കാണാൻ വേണ്ടിയിട്ട് സ്വന്തം താല്പര്യത്തിലല്ലാതെ ആ പെൺകുട്ടി വരുന്നു. പെൺകുട്ടിയോട് വൃദ്ധ പങ്കുവെക്കുന്ന ഓർമ്മകളിലൂടെ അവരുടെ 9 വയസ്സ് മുതലുള്ള ജീവിതം വെളിപ്പെടുന്നു. ആ വൃദ്ധ തൻ്റെ 9ാമത്തെ വയസ്സ് മുതൽ ഈ പ്രായം എത്തി നിൽക്കുന്നത് വരെയുള്ള ജീവിത ചരിത്രം എന്ത് ചെയ്യുന്നുണ്ട്, ഘട്ടം ഘട്ടമായിട്ട് ഈ പെൺകുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വൃദ്ധയുടെ 9 വയസ്സ് മുതലുള്ള ജീവിതമാണ് എന്ത് ചെയ്യുന്നത്, ആ പെൺകുട്ടിയോടുള്ള സംസാരത്തിലൂടെ വെളിപ്പെടുത്തുന്നത്. പഠിപ്പും പ്രതിഭയും സ്വാതന്ത്ര്യബോധവുമുള്ള വൃദ്ധയോട് പെൺകുട്ടിക്ക് മതിപ്പും ആദരവും തോന്നി. ആദ്യം ഒട്ടും താല്പര്യമില്ലാതെ എന്ന് പറയുകയുണ്ടായി. താല്പര്യമില്ലാതെയാണ് വൃദ്ധയുടെ റൂമിലെത്തിയതെങ്കിലും വൃദ്ധ 9 വയസ്സ് മുതലുള്ള ജീവിതം വെളിപ്പെടുത്തിയപ്പോൾ പഠിപ്പും പ്രതിഭയും സ്വാതന്ത്ര്യബോധവുമുള്ള വൃദ്ധയോട് പെൺകുട്ടിക്ക് മതിപ്പും ആദരവും തോന്നി. സെറ്റാണല്ലോ, സെറ്റ്. അവർ പറഞ്ഞ ജീവിതാനുഭവങ്ങൾ അവരുടേതു മാത്രമല്ല തൻ്റേതുമാണെന്നും അത് ഏത് പെണ്ണിൻ്റെയും ജീവിതാനുഭവമാണെന്നും പെൺകുട്ടി തിരിച്ചറിയുന്നു. ആ വൃദ്ധ അവതരിപ്പിച്ച അവരുടെ ജീവിതമുണ്ട്. അവർക്ക് സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട അവസ്ഥയുണ്ട്. തൻ്റെ ഭർത്താവ് MP ആയിട്ടും ഡൽഹി കാണണമെന്ന് ആഗ്രഹിച്ചിട്ടും വീട്ടിൽ നിന്ന് എഴുതാൻ ആഗ്രഹമുണ്ടായിട്ടും അതിനൊന്നും സ്വാതന്ത്ര്യം ലഭിക്കാതിരുന്ന അവരുടെ ജീവിതത്തെക്കുറിച്ച്, അല്ലേ? ഒന്ന് എഴുതണമെങ്കിൽ എല്ലാവരും ഉറങ്ങുന്നത് വരെ കാത്തിരുന്ന് മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിലിരുന്ന് എഴുതിയ കഥ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളോട് പറയുന്നുണ്ട്. സ്വന്തം പേരിൽ എഴുത്ത് പ്രസിദ്ധീകരിക്കാൻ അവസരമില്ലാത്തത് കൊണ്ട് ഭർത്താവിൻ്റെ പേരിൽ പ്രസിദ്ധീകരിക്കുകയും എന്നാൽ അവാർഡ് കിട്ടിയപ്പോൾ അത് ഭർത്താവ് എഴുതിയതാണെന്ന് പറഞ്ഞ് ഭർത്താവ് അതിൻ്റെ ബഹുമതി സ്വീകരിക്കുകയും ചെയ്ത് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അവർ പറഞ്ഞ ജീവിതാനുഭവങ്ങൾ അവരുടേത് മാത്രമല്ല തൻ്റേതുമാണെന്നും അത് ഏത് പെണ്ണിൻ്റെയും ജീവിതാനുഭവമാണെന്നും പെൺകുട്ടി തിരിച്ചറിയുന്നു. ഇങ്ങനെ എല്ലാ തലമുറയിലെയും പെണ്ണ് സമാനമായ ജീവിതാനുഭവങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഇങ്ങനെ എല്ലാ തലമുറകളിലെയും സ്ത്രീകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന കാണാച്ചങ്ങലയാണ് ഇവരുടെയൊക്കെ ജീവിതാനുഭവങ്ങളുടെ സമാനതകൾ. ആണധികാരം, ആണ് എന്ന് പറയുന്ന അധികാരം പെൺ ജീവിതത്തിന് മുന്നിൽ ഉയർത്തുന്ന വെല്ലുവിളികളെക്കുറിച്ചുള്ള ബോധ്യത്തോടെ നിലക്കണ്ണാടിക്ക് മുന്നിൽ നിന്ന് തന്നെ തിരയുന്ന പെൺകുട്ടിയിൽ കഥ എന്ത് ചെയ്യുന്നു,
അവസാനിക്കുന്നു. ഇതാണ് നമ്മുടെ പാഠഭാഗത്തിൻ്റെ രത്നച്ചുരുക്കം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ചോദ്യോത്തരം നോക്കാം, സെറ്റാക്കിക്കൊള്ളുക. അർഹിക്കുന്ന ആദരവ് കിട്ടാത്ത യജമാനൻ്റെ ഈർഷ്യയോടെ ശ്രീജിത്ത് ചോദിച്ചു, എന്താ നോക്കുന്നത്? അർഹിക്കുന്ന ആദരവ് കിട്ടാത്ത യജമാനൻ്റെ ദേഷ്യത്തോടു കൂടി ശ്രീജിത്ത് ചോദിച്ചു, നീ എന്താ ഈ നോക്കുന്നത്? എന്താ അറിയിക്കുന്ന ആദരവ്? ഒരു ഭർത്താവ് കയറി വരുമ്പോൾ പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു, ആ കൺസെപ്റ്റ് ഉണ്ടല്ലോ, അതുപോലെയായിരുന്നു ശ്രീജിത്ത് പ്രതീക്ഷിച്ചത്. ഞാനിങ്ങനെ കയറി വരുന്ന സമയത്ത് വളരെ നാണത്തോടു കൂടി തന്നെ വരവേൽക്കാൻ നിൽക്കുന്ന ഒരു ഭാര്യ. എന്നാൽ കണ്ടതോ, ഭർത്താവിനെ ഒന്നും മൈൻഡ് ചെയ്യാതെ തൻ്റേതായിട്ടുള്ള രീതിയിൽ തന്നെ തിരയുന്ന ഭാര്യയാണ് കണ്ടത്. അപ്പോഴാണ് ദേഷ്യത്തോടു കൂടി ശ്രീജിത്ത് ചോദിച്ചത്, എന്താ നോക്കുന്നത്? ഈ വാക്യത്തിന് ഓർമ്മയുടെ ഞരമ്പ് എന്ന കഥയിലുള്ള പ്രാധാന്യം എന്താണ്? യാഥാസ്ഥിതിക കുടുംബ വ്യവസ്ഥയിൽ ഭാര്യ ഭർത്തൃബന്ധം ഉടമ അടിമ ബന്ധമായി മാറുന്നു എന്ന സൂചനയാണ് ഈ വാക്യം നൽകുന്നത്. ഒരു യാഥാസ്ഥിതിക കുടുംബ വ്യവസ്ഥയിൽ ഭാര്യ ഭർത്തൃബന്ധം ഉടമ അടിമ ബന്ധമായി മാറുന്നു എന്ന സൂചനയാണ് ഈ വാക്യം നൽകുന്നത്. വൃദ്ധയുമായുള്ള കൂടിക്കാഴ്ച പെൺകുട്ടിയിൽ ഉണ്ടാക്കിയ ആത്മബോധം ചെറുതല്ല. വൃദ്ധയുടെ ജീവിതത്തിൻ്റെ ആവർത്തനമാണ് തൻ്റെ ജീവിതവും എന്ന തിരിച്ചറിവോടെ മുറിയിൽ തിരിച്ചെത്തിയ പെൺകുട്ടി നിലക്കണ്ണാടിക്ക് മുന്നിൽ നിന്ന് ഓർമ്മയുടെ ഞരമ്പ് തിരയുന്നു. സെറ്റ്. യഥാർത്ഥത്തിൽ അവൾ തന്നെയാണ്, തൻ്റെ അസ്തിത്വമാണ് തിരയുന്നത്. വീട്ടിലേക്ക് മടങ്ങിയെത്തുന്ന ശ്രീജിത്തിന് പതിവായി കിട്ടുന്ന പരിഗണനയും ആദരവും കിട്ടാതെ വരുമ്പോൾ അയാളിൽ ഉണരുന്ന ആണഹന്തയും ഉടമസ്ഥതാഭാവവുമാണ് ഈ കഥാസന്ദർഭത്തിൽ സൂചിപ്പിക്കുന്നത്. ആണ് എന്ന അഹങ്കാരം, ആണിനെ സ്ത്രീകൾ എങ്ങനെ വരവേൽക്കണമെന്നൊരു കാഴ്ചപ്പാടുണ്ട് യാഥാസ്ഥിതിക കുടുംബത്തിൽ. അത് ലഭിക്കാതെ വന്നപ്പോഴാണ് ഇത്തരമൊരു ചോദ്യം ആരുയർത്തുന്നത്? ശ്രീജിത്ത് ഉയർത്തുന്നത്. സെറ്റല്ലേ? സെറ്റ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സീമന്ത രേഖയിലിട്ട സിന്ദൂരം വിയർപ്പിൽ കുതിർന്ന് വിരലിലൊട്ടി ഒരു തുള്ളി രക്തം പോലെ അത് വിരൽ തുമ്പിൽ ഒരു നിമിഷം തങ്ങി പിന്നെ മെല്ലെ താഴേക്ക് വീണു മരിച്ചു. ആ വാക്യം ഒന്ന് ശ്രദ്ധിക്കുക. സീമന്ത രേഖയിലിട്ട സിന്ദൂരം വിയർപ്പിൽ കുതിർന്ന് വിരലിലൊട്ടി ഒരു തുള്ളി രക്തം പോലെ അത് വിരൽ തുമ്പിൽ ഒരു നിമിഷം തങ്ങി പിന്നെ മെല്ലെ താഴേക്ക് വീണു മരിച്ചു. ഈ വാക്യം കഥയ്ക്ക് നൽകുന്ന അർത്ഥസാധ്യതകൾ എന്തെല്ലാം? ഈ വാക്യം കഥയ്ക്ക് നൽകുന്ന അർത്ഥസാധ്യതകൾ എന്തെല്ലാം? എന്താണ് ഈ വാക്യം കഥയിൽ ഉൽപ്പാദിപ്പിക്കുന്ന അർത്ഥം? നോക്കുക. പെണ്ണിന് ദാമ്പത്യം ഒരു ബാധ്യതയാണോ എന്ന ചോദ്യം ഉയർത്തുന്ന ഒരു കഥാസന്ദർഭമാണിത്. പെണ്ണിന് ദാമ്പത്യം ഒരു ബാധ്യതയാണോ എന്ന ചോദ്യം ഉയർത്തുന്ന ഒരു കഥാസന്ദർഭമാണിത്. ശ്രീജിത്തിന്റെ ഭാര്യ പദവിക്കപ്പുറം തൻ്റെ വ്യക്തിത്വം ദാമ്പത്യത്തിൽ അംഗീകരിക്കപ്പെടാൻ പോകുന്നില്ല എന്ന പെൺകുട്ടിയുടെ തിരിച്ചറിവിൻ്റെ സൂചനയും ഈ സന്ദർഭത്തിലുണ്ട്. ഒരു യാഥാസ്ഥിതിക കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ പെൺജീവിതം എത്രത്തോളം ചുരുങ്ങിപ്പോകുമെന്ന് വൃദ്ധയുടെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് പെൺകുട്ടി തിരിച്ചറിയുന്നു. ആ ജീവിതത്തിൻ്റെ ആവർത്തനമാണ് തൻ്റെ ജീവിതം എന്ന സത്യമാണ് പെൺകുട്ടി ഞെട്ടലോടെ അറിയുന്നത്. ദാമ്പത്യത്തിൻ്റെ അടയാളമായ സീമന്തരേഖയിലെ സിന്ദൂരവും കുടുംബത്തിൽ വിലമതിക്കപ്പെടാതെ പോകുന്ന പെണ്ണിൻ്റെ അധ്വാനത്തിൻ്റെ അടയാളമായ വിയർപ്പും ഒന്നുചേർന്നാണ് രക്തമായി നിലത്ത് വീണു മരിക്കുന്നത്. ദാമ്പത്യത്തിൽ പെൺജീവിതം നേരിടേണ്ടി വരുന്ന ദുരന്തത്തിൻ്റെ സൂചനയാണിത്. നോക്കാം. ആ ജീവിതത്തിൻ്റെ ആവർത്തനം, വൃദ്ധയുടെ ജീവിതത്തിൻ്റെ ആവർത്തനം തന്നെയാണ് തൻ്റെ ജീവിതം എന്ന സത്യമാണ് പെൺകുട്ടി തിരിച്ചറിയുന്നത്. ദാമ്പത്യത്തിൻ്റെ അടയാളമായ സീമന്തരേഖയിലെ സിന്ദൂരം, ദാമ്പത്യത്തിൻ്റെ അടയാളമായ സീമന്തരേഖയിലെ സിന്ദൂരം. അതുപോലെ കുടുംബത്തിൽ എന്ത് ജോലി ചെയ്താലും വിലമതിക്കപ്പെടാതെ പോകുന്ന പെണ്ണിൻ്റെ അധ്വാനത്തിൻ്റെ അടയാളമായ വിയർപ്പും ഒന്നു ചേർന്ന് രക്തമായി നിലത്ത് വീണ് മരിക്കുന്നത്. ഒരു വിലയും സ്ത്രീക്ക് എന്ത് ചെയ്യാൻ പോകുന്നില്ല, ആ കുടുംബത്തിൽ നൽകപ്പെടാൻ പോകുന്നില്ല എന്ന സൂചനയാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ നൽകുന്നത്. സെറ്റാണല്ലോ? ദെൻ ഓക്കെ, സെറ്റ്. ദെൻ നെക്സ്റ്റ്. ഓർമ്മയുടെ ഞരമ്പ് എന്ന കഥയിലെ വൃദ്ധയോട് പെൺകുട്ടിയുടെ സമീപനത്തിൽ വന്ന മാറ്റം എന്താണെന്ന് വിശദമാക്കുക. ഓർമ്മയുടെ ഞരമ്പ് എന്ന കഥയിലെ വൃദ്ധയോട് പെൺകുട്ടിയുടെ സമീപനത്തിൽ വന്ന മാറ്റം എന്താണ് എന്ന് വിശദമാക്കുക. പെൺകുട്ടി വൃദ്ധയെ കാണാൻ വരുന്ന സമയത്ത് പെൺകുട്ടിക്ക് വൃദ്ധയോടുണ്ടായിരുന്ന ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു?
എന്നാൽ ആ വൃദ്ധ സംസാരിച്ചു തുടങ്ങി കുറച്ചങ്ങ് കഴിഞ്ഞപ്പോൾ ആ ആറ്റിറ്റ്യൂഡിൽ എന്ത് മാറ്റമാണ് സംഭവിച്ചത്? ഇത് എഴുതി വെച്ചാൽ നമ്മുടെ ഉത്തരമായി മാറി. നോക്കുക, KR മീരയുടെ ഓർമ്മയുടെ ഞരമ്പ് എന്ന കഥയിലെ വൃദ്ധയെ കാണാൻ അവരുടെ ചെറുമകനായ ശ്രീജിത്തിൻ്റെ ഭാര്യ വരുന്നത് വെറും ഔപചാരികതയുടെയും കടമയുടെയും പേരിലാണ്. സെറ്റാക്കി വെക്കുക. KR മീരയുടെ ഓർമ്മയുടെ ഞരമ്പ് എന്ന കഥയിലെ വൃദ്ധയെ കാണാൻ അവരുടെ ചെറുമകനായ ശ്രീജിത്തിൻ്റെ ഭാര്യ വരുന്നത് വെറും ഔപചാരികതയുടെയും കടമയുടെയും പേരിലാണ്. വൃദ്ധയോട് പെൺകുട്ടിക്ക് ഒരു മതിപ്പ് ഇല്ലായിരുന്നു. അവരുടെ വെപ്പ് പല്ല് സെറ്റ് ഇളകുന്നതും നരച്ച മുടിക്കിടയിൽ കാണുന്ന കറുത്ത മുടിയും അവർ പറയുന്ന പഴംപുരാണവും പെൺകുട്ടിയിൽ ഈർഷ്യ ഉണ്ടാക്കുന്നു. അവൾ മടുപ്പോടെ പുറത്തേക്ക് നോക്കി നിൽക്കുകയും ഷാളിൻ്റെ തുമ്പ് വിരലിൽ ചുറ്റി അഴിക്കുകയും ചെയ്യുന്നു. വൃദ്ധ സ്വാതന്ത്ര്യം, സൗരഭ്യം എന്നീ വാക്കുകൾ പറയുമ്പോൾ വെപ്പ് പല്ല് സെറ്റ് ഇളകുന്നത് അറപ്പോടെയാണ് അവൾ നോക്കുന്നത്. വൃദ്ധ എഴുതിയ കഥകളെക്കുറിച്ച് പറയുമ്പോൾ ആ ഈർഷ്യ, ആ വെറുപ്പ് മെല്ലെ മതിപ്പിന് വഴിമാറി. സെറ്റാക്കി വെച്ചോ. വൃദ്ധ എഴുതിയ കഥകളെ കുറിച്ച് പറയുമ്പോൾ ആ ഈർഷ്യ മതിപ്പിന് വഴിമാറി. അവരുടെ സ്വാതന്ത്ര്യബോധം പെൺകുട്ടി തിരിച്ചറിയുന്നു. ആ വീട്ടിലെ ഏറ്റവും വായുസഞ്ചാരമുള്ള മുറി വൃദ്ധയുടെ മുറിയാണെന്ന പരാമർശം ഇതാണ് സൂചിപ്പിക്കുന്നത്. എപ്പോഴോ കത്തിത്തീർന്ന ചന്ദനത്തിരിയുടെ സുഗന്ധവും തട്ടിമറിഞ്ഞ ഔഷധത്തിൻ്റെ ഗന്ധവും വൃദ്ധയുടെ വ്യക്തിത്വത്തിൻ്റെ സൗരഭ്യമായി പെൺകുട്ടി തിരിച്ചറിയുന്നു. തുടക്കത്തിലുണ്ടായിരുന്ന ഈർഷ്യ ക്രമേണ മതിപ്പിലേക്കും ആകാംക്ഷയിലേക്കും വഴിമാറുന്നു. വൃദ്ധയുടെ ജീവിതത്തിൻ്റെ തന്നെ പകർപ്പാണ് തൻ്റെ ജീവിതം എന്ന വലിയ തിരിച്ചറിവിലാണ് കഥ അവസാനിക്കുന്നത്. സെറ്റല്ലേ? ഓക്കെ, നെക്സ്റ്റ്. ധ്വനിയാത്മകമായി കഥ പറയുന്നതാണ് ഓർമ്മയുടെ ഞരമ്പിനെ മികച്ച കഥയാക്കുന്നത്. ധ്വനിതലം അല്ലേ? നേരെ പറയുന്നതിനേക്കാൾ അർത്ഥം അതിനുള്ളിൽ വേറെയുമുണ്ട്. പാഠഭാഗത്തു നിന്നുള്ള ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് വിശദീകരിക്കുക. ഉത്തരാധുനിക മലയാള കഥയിലെ മികച്ച കഥകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നതാണ് KR മീരയുടെ ഓർമ്മയുടെ ഞരമ്പ്. ധ്വനിയാത്മകമായി കഥ പറയുന്നത് ആ കഥയുടെ സവിശേഷ സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കുന്നു. കഥയുടെ ശീർഷകം തന്നെ ധ്വനിസാന്ദ്രമാണ്. സ്ത്രീകളുടെ തലമുറകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സമാന അനുഭവങ്ങളുടെ ലോകമാണ് ആ ശീർഷകത്തിൻ്റെ സൂചന. കഥയിലെ ആദ്യ വാക്യത്തിൽ തുരുമ്പിച്ച വിജാഗിരികൾ ഇളകുന്നത് പോലെയാണ് വൃദ്ധയുടെ ശബ്ദമെന്ന് പറയുന്നുണ്ട്. പഴകിയ ശീലങ്ങളെയും തുരുമ്പിച്ച ആചാരങ്ങളെയും എഴുത്തിലൂടെ ചോദ്യം ചെയ്യുന്ന വൃദ്ധയെ സൂചിപ്പിക്കാൻ ആ വാക്യത്തിന് കഴിയുന്നു. ആ വീട്ടിലെ ഏറ്റവും വായുസഞ്ചാരമുള്ള മുറി വൃദ്ധയുടെ മുറിയാണെന്ന വാക്യം അവരുടെ സ്വാതന്ത്ര്യ ബോധത്തെ സൂചിപ്പിക്കുന്നതാണ്. സെറ്റ്. അവരുടെ വാക്കുകളുടെ പ്രാധാന്യവും അത് പെൺകുട്ടിയിൽ ഉണ്ടാക്കിയ പരിവർത്തനങ്ങളും ധ്വനിയാത്മകമായി കഥയിൽ അവതരിപ്പിക്കുന്നു. എപ്പോഴോ കത്തിത്തീർന്ന ചന്ദനത്തിരിയുടെ സുഗന്ധവും തട്ടിമറിഞ്ഞ ഏതോ ഔഷധത്തിൻ്റെ ഗന്ധവും വൃദ്ധയുടെ വ്യക്തിത്വത്തിൻ്റെ സുഗന്ധമാണ്. പെൺകുട്ടിയുടെ സീമന്തരേഖയിലെ സിന്ദൂരം വിരലിൽ പറ്റി ഒരു തുള്ളി രക്തമായി നിലത്ത് വീണ് മരിച്ചു എന്ന വാക്യം ദാമ്പത്യവും കുടുംബവും പെൺജീവിതത്തെ പരിമിതപ്പെടുത്തുന്നത് സൂചിപ്പിക്കുന്നു. സെറ്റ്. കഥയിൽ പ്രത്യക്ഷപ്പെടുന്ന വസ്തുക്കളും പേരുകളും പോലും ധ്വനി സാധ്യതയുള്ളവയാണ്. തല പൊക്കത്തോടെയുള്ള പുരുഷന്റെ ഫോട്ടോ രാമൻകുട്ടി എന്ന പേര്, ശ്രീരാമ വിജയം, ദുർമരണം എന്നീ വാക്കുകൾ ഇവയെല്ലാം ധ്വനിസാന്ദ്രമാണ്. ഈ കഥയുടെ ഏറ്റവും വലിയ സവിശേഷത അതിൻ്റെ ധ്വനിയാത്മകമായ ആഖ്യാനം തന്നെയാണ്. ഓർമ്മയുടെ ഞരമ്പ് എന്ന ശീർഷകം നൽകുന്ന അർത്ഥസാധ്യതകൾ എന്തെല്ലാം? ഓർമ്മയുടെ ഞരമ്പ് എന്ന ശീർഷകം നൽകുന്ന അർത്ഥസാധ്യതകൾ എന്തെല്ലാം നോക്കുക. ലളിതാംബിക അന്തർജനം, K സരസ്വതി അമ്മ, രാജലക്ഷ്മി തുടങ്ങിയവരിൽ നിന്ന് KR മീര വരെയും പിന്നെയും നീളുന്ന എഴുത്തുകാരികളുടെ പരമ്പര എന്നും സമാന ജീവിത സാഹചര്യങ്ങളെ അഭിമുഖീകരിച്ചിട്ടുണ്ട്. തലമുറകൾ മാറിയാലും പെൺജീവിത പ്രതിസന്ധികളിൽ കാര്യമായ മാറ്റമില്ല. ആണധികാരത്തിനും കുടുംബമെന്ന സ്ഥാപനത്തിനും വിധേയമായി ചുരുങ്ങിപ്പോകുന്ന പെൺജീവിതം ഏത് തലമുറയിലും ഏറെക്കുറെ ഒരേപോലെയാണ്. സ്ത്രീകളുടെ തലമുറകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് സമാന അനുഭവങ്ങളുടെ ഈ കാണാചങ്ങലയാണ്. എല്ലാ തലമുറയിലെയും സ്ത്രീകളെ ചേർത്ത് നിർത്തുന്ന ആ ചങ്ങലയാണ് കഥയിലെ ഓർമ്മയുടെ ഞരമ്പ്. കഥയിലെ മുഖ്യ കഥാപാത്രമായ വൃദ്ധയും പെൺകുട്ടിയും തമ്മിൽ 3 തലമുറയുടെ അകലമുണ്ട്.
വൃദ്ധ പങ്കുവെക്കുന്ന ഓർമ്മകളിലൂടെ ആണധികാരത്തിന് കീഴ്പ്പെട്ട് ചോറും കറിയും വെക്കാനും പെറാനും മാത്രമായി ചുരുങ്ങിപ്പോയ അവരുടെ ജീവിതം കഥയിലെ പെൺകുട്ടി മനസ്സിലാക്കുന്നു. പെൺജീവിതത്തിൻ്റെ ഈ പ്രതിസന്ധിയെക്കുറിച്ച് ഓർമ്മയുണ്ടാവണം എന്ന വൃദ്ധയുടെ ഓർമ്മപ്പെടുത്തൽ പെൺകുട്ടിയിൽ നടുക്കമുണ്ടാക്കുന്നു. താനും അതേ അസ്വാതന്ത്ര്യങ്ങളിലാണ് പെട്ടിരിക്കുന്നതെന്ന് അവൾ തിരിച്ചറിയുന്നു. തലമുറകൾ മാറിയാലും മാറാതെ തുടരുന്ന പെൺജീവിത പ്രതിസന്ധിയാണ് എല്ലാ തലമുറയിലെയും സ്ത്രീകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഓർമ്മയുടെ ഞരമ്പ്. തങ്ങൾ അനുഭവിക്കുന്ന അസ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് ബോധ്യമുണ്ടാവുക എന്നത് തന്നെ വലിയ കാര്യമാണ്. ആ ബോധ്യം പെൺകുട്ടിക്ക് ഉണ്ടായി എന്നതിന് തെളിവാണ് അവൾ നിലക്കണ്ണാടിക്ക് മുന്നിൽ നിന്ന് ഓർമ്മയുടെ ഞരമ്പ് തിരയുന്നത്. സെറ്റ്. ദെൻ ഓർമ്മയുടെ ഞരമ്പ് എന്ന കഥയിലെ വൃദ്ധ എഴുതിയ കഥകളിൽ അവരുടെ ജീവിതം തന്നെ അടയാളപ്പെട്ട് കിടക്കുന്നത് എങ്ങനെയെന്ന് വിശദീകരിക്കുക. നോക്കുക, ഓർമ്മയുടെ ഞരമ്പ് എന്ന കഥയിലെ വൃദ്ധ എഴുതിയ കഥകളിൽ അവരുടെ ജീവിതം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? അടയാളപ്പെട്ട് കിടക്കുന്നുണ്ട്. അതെങ്ങനെയെന്ന് വിശദീകരിക്കാം. പെണ്ണായാൽ ചോറും കറിയും വെക്കണം, പെറണം എന്ന പൊതുബോധത്തിനെതിരെയുള്ള ചെറുത്തുനിൽപ്പാണ് കെ.ആർ. മീരയുടെ ഓർമ്മയുടെ ഞരമ്പ് എന്ന കഥ. പെണ്ണായാൽ ചോറും കറിയും വെക്കണം, പെറണം എന്ന പൊതുവായിട്ടുള്ള കാഴ്ചപ്പാടിനെതിരെയാണ് എന്ത് ചെയ്യുന്നത്? കഥ നിൽക്കുന്നത്. സമകാലിക മലയാള കഥയിലെ കരുത്തുള്ള പെൺ ശബ്ദമാണ് മീര. ഓർമ്മയുടെ ഞരമ്പ് എന്ന കഥയിലെ മുഖ്യ കഥാപാത്രമാണ് വൃദ്ധ. അവർ എഴുതിയ 3 കഥകളെക്കുറിച്ചുള്ള പരാമർശമാണ് ഈ കഥയിൽ അവതരിപ്പിക്കുന്നത്. വൃദ്ധ എഴുതിയ ആദ്യത്തെ കഥ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിച്ചെങ്കിലും അത് സാധിക്കാതെ പോയ ഒരു സ്ത്രീയെ കുറിച്ചാണ്. ഓർമ്മിച്ചു വെക്കുക, വൃദ്ധ എഴുതിയ ആദ്യത്തെ കഥ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിച്ചെങ്കിലും അത് സാധിക്കാതെ പോയ ഒരു സ്ത്രീയെ കുറിച്ചാണ്. സ്വാതന്ത്ര്യ സമര സേനാനിയുടെ ഭാര്യ ആയിരുന്നിട്ടും സ്വന്തം വീട്ടിനുള്ളിൽ പോലും വൃദ്ധ സ്വതന്ത്രയല്ലായിരുന്നു. ഒരു പൊതുജീവിതം അവർക്ക് സ്വപ്നം മാത്രമാണ്. ആ നിരാശയാണ് വൃദ്ധ എഴുതിയ ആദ്യ കഥയിൽ പ്രതിഫലിച്ചത്. സെറ്റ്. ഇനി വൃദ്ധയുടെ രണ്ടാമത്തെ കഥ, അത് ആണുങ്ങളുടെ കള്ളപ്പേരിൽ കഥ എഴുതിയ ഒരു പെണ്ണിനെ കുറിച്ചാണ്. ആ പെണ്ണിൻ്റെ കഥകൾ സമ്മാനിതമായപ്പോൾ അതിൻ്റെ കർത്തൃത്വം അവരുടെ ഭർത്താവ് അവകാശപ്പെടുന്നു. ആണുങ്ങളുടെ കള്ളപ്പേരിൽ കഥ എഴുതിയ ഒരു പെണ്ണിനെ കുറിച്ചാണ്. അവിടെയും പെണ്ണിൻ്റെ സ്വാതന്ത്ര്യം എന്ത് ചെയ്യുന്നു? നിഷേധിക്കപ്പെടുന്നു. ഇനി എഴുത്തുകാരി എന്ന നിലയിൽ വൃദ്ധ കുടുംബത്തിനുള്ളിൽ അനുഭവിച്ച അസ്വാതന്ത്ര്യങ്ങളാണ് ഈ കഥയിൽ പ്രതിഫലിക്കുന്നത്. പെണ്ണായാൽ ചോറും കറിയും വെക്കണം, പെറണം എന്നും പെണ്ണ് കഥയും കവിതയും എഴുതിയിട്ട് കുടുംബത്തിന് എന്ത് പ്രയോജനമെന്നും അമ്മായിയമ്മ പറയുന്നത് വൃദ്ധയുടെ എഴുത്ത് ജീവിതത്തിൻ്റെ അസ്വാതന്ത്ര്യങ്ങളെ സൂചിപ്പിക്കുന്നു. ഒളിച്ചും പാത്തും കഥ എഴുതേണ്ടി വന്ന അവരുടെ എഴുത്ത് ജീവിതമാണ് രണ്ടാമത്തെ കഥയിൽ അടയാളപ്പെട്ട് കിടക്കുന്നത്. സെറ്റ്. ഇനി മൂന്നാമത്തെ കഥയുടെ ശീർഷകമെന്നോ ഉള്ളടക്കമെന്നോ പറയാനാവാത്ത വിധം വൃദ്ധ പറയുന്ന വാക്ക് എന്തായിരുന്നു? ദുർമരണം എന്നാണ്. മൂന്നാമത്തെ കഥയുടെ ഹെഡിങ് ആണോ പറയുന്നത്, അതിൻ്റെ ഉള്ളടക്കമാണോ പറയുന്നത് നമുക്കറിയില്ല. പക്ഷേ മൂന്നാമത്തെ കഥയെക്കുറിച്ച് വൃദ്ധ പറയുന്ന വാക്ക് എന്താണ്? ദുർമരണം എന്നാണ്. അത് അവരുടെ ജീവിതത്തിൻ്റെ ആകെ അർത്ഥം തന്നെയായി മാറുന്നു. 9 വയസ്സുള്ള കാലത്ത് വള്ളത്തോളിൽ നിന്ന് പ്രതിഭാശാലി എന്ന അഭിനന്ദനം കിട്ടിയ പെണ്ണ് ദാമ്പത്യം, കൂട്ടുകുടുംബം എന്നീ ബന്ധങ്ങളിൽ തളയ്ക്കപ്പെട്ട് ചോറും കറിയും വെച്ചും പെറ്റും വീടിനകത്ത് ചുരുങ്ങിപ്പോയ ദുരന്തത്തെയാണ് ദുർമരണം എന്ന് അവർ സൂചിപ്പിക്കുന്നത്. സെറ്റ്. ഇത്തരത്തിൽ വൃദ്ധ എഴുതിയ 3 കഥകളിൽ അവരുടെ ജീവിതം അടയാളപ്പെട്ട് കിടക്കുന്നു. താൻ ജീവിച്ചിരിക്കുന്നു എന്നതിന് തെളിവായി വൃദ്ധ കാണുന്നത് അവരുടെ എഴുത്ത് ജീവിതത്തെ മാത്രമാണ്. സെറ്റാണല്ലോ മക്കളെ? ഇനി മറക്കൂലല്ലോ. അപ്പോൾ രണ്ടാമത്തെ ചാപ്റ്റർ ഓർമ്മയുടെ ഞരമ്പ് നമ്മളിവിടെ സെറ്റാക്കിയിരിക്കുന്നു. ഓക്കെ, ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മറക്കാതെ എന്ത് ചെയ്യണം? ചെയ്തേക്കണം. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.